മയിലുമാനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ മയിലുമാനൊന്ന് കാണാൻ പറഞ്ഞിട്ട് മയിലുമാൻ്റെ അടുത്തേക്ക് പോകാട്ടെ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി മയിലുമാനെ കാണാൻ കൊതിയാവണം. അങ്ങനെ ഞാനിത് മയിലുമാൻ്റെ അടുത്തെത്തി. ഉമ്മ നോക്കുമ്പോൾ ഉമ്മയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഉമ്മയുടെ ഇതാ ഒരു അമ്മച്ചിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അവരുടെ കൈ ഇവിടെ ഇങ്ങനെ വഴിക്ക് വീണ് ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉമ്മാൻ്റെ കൂട്ടുകാരികളാണ്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ അവരായിട്ട് നല്ല വർത്തമാനത്തിലാണ് ഉമ്മ. അതൊക്കെ അല്ലേ അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. എന്നെ കണ്ടത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് മയിലുമ്മാൻ്റെ വീട്ടിലിപ്പോൾ എത്തി. പഴയ കാലത്തുള്ള തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഉമ്മയുടെ ഫ്രണ്ട് ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അവരുടെ ഓരോ അനുഭവങ്ങളും കഥകളും പഴയ ചെറുപ്പം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും. ചെറുപ്പത്തിലുള്ള പഴയ സ്കൂളിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നേരം പോണതേ അറിയില്ല. ഞാൻ അങ്ങനെ ഒരുപാട് സമയം അവരെ കാത്തിരുന്നു. മയിൽ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് മയിലിനെ വെയിറ്റ് ചെയ്ത് ഒരുപാടിരുന്നു. അപ്പോൾ അതാ ഉമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉമ്മയുടെ കുഞ്ഞ്. അപ്പോൾ മയിലുമ്മാൻ്റെ അടുത്ത് വന്നിട്ട് മയിലിനെ കാണാതെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. മയിലിനെ പോലെ തന്നെ കേട്ടോ ഇവർ നമ്മൾ വിളിച്ചാൽ വരും. അവർ നമ്മുടെ കയ്യിൽ കയറിയിരിക്കും. അതാ അവിടെ ഉമ്മയുടെ മോളതാ മയിലിന് വെച്ച തീറ്റ ബന്നുണ്ട്, അത് കോഴിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കോഴി അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മയിൽ വരുമല്ലേ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. മയിലിനെ കാണാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു സങ്കടമാകും. കാരണം ഉമ്മാനെ കാണാൻ വന്നിട്ട് മയിലിനെ കണ്ടില്ലെങ്കിൽ കോഴി അത് വേണ്ട വെച്ച് തിരിഞ്ഞു പോയപ്പോൾ അതാ ഉമ്മയുടെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് ഇപ്പം അത് ചാപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അവർ കിട്ടിയത് എന്ത് അത്താക്കും. നമ്മുടെ ഉമ്മ തിന്നുന്ന മിച്ചറും കാര്യങ്ങളൊക്കെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മേടിച്ച് തിന്നുന്ന ടീംസാണ്. ആ കിടന്ന് ബന്നി കിടന്ന് തിന്നുന്നതല്ലേ. അപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഉമ്മ അവർക്കും കൂടി കൊടുത്തിരിക്കുന്നത് ബന്നിൻ്റെ കഷ്ണം കൊണ്ട് പുള്ളി ഇവിടെ വന്നിരുന്ന് തിന്നെയാണ്. ഉമ്മ വെറ്റില തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മക്ക് ചോറും കാര്യങ്ങളൊന്നും ഉമ്മ കഴിക്കില്ല. അതേമാതിരി ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊരു ആളുകൂടിയാണ് ഉമ്മ. അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. പിന്നെ ആ പൂച്ചക്കുട്ടികൾ ബന്നിന് വേണ്ടി കടിപിടി കൂടുകയാണ് കേട്ടോ. അങ്ങനെ അവർ ബന്നൊക്കെ തിന്നൊരു നെടുവീർവ ഞെളിവെപ്പൊക്കെ കൊടുത്തതാ അവർ ഇനി സുഖമായി കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഉമ്മ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി അടുപ്പിൻ്റെ ഓരത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വീട്ടിൽ വേറെ ആരും ഇല്ലേ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ, ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തൂടെ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ ഉമ്മ തന്നെ ചെയ്താലാണ് ഉമ്മാക്ക് തൃപ്തിയാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഉമ്മ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും മയിലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1-2 മണിക്കൂറോളം ആവാറായിട്ട്. ഉമ്മാൻ്റെ ഫ്രണ്ടൊക്കെ തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ മയിലതാ തൊടിയിൽ കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവന് എത്രയും പെട്ടെന്ന് ഉമ്മയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മയുടെ അരികിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ അവന് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു. അവനത് ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് പോകാൻ വയ്യ. ഉമ്മ കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഉമ്മ അവൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ വേഗം കഴിച്ചിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എന്നെയും കൂടി കണ്ടതോടുകൂടി അവന് ഭയങ്കര പേടിയായി കേട്ടോ. അപ്പോൾ അവൻ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മാക്കൊരു നന്ദി പ്രകടനം കൂടി കൊടുത്തിട്ട് വേണ്ടേ പോവാൻ. അങ്ങനെ അവന് പോവാണ്. ഉമ്മയുടെ ഒരു ഹായിന്നോ അവൻ്റെ ഭാഷയിലൊരു നന്ദി പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോയി. കണ്ടോ, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ കണ്ടതുകൊണ്ടാണ് ഒന്ന് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉമ്മാനെയും മയിലിനെയും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കൊടുത്തേക്കണേ. അറിഞ്ഞു പോകണം അല്ലേ.